ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒഴുകിയെത്തിയതോടെ മിനായിലെ ജംറ തക്ബീർ ധ്വനികളാൽ പ്രകമ്പനം കൊണ്ടു. ഇന്നലെ മുസ്തലിഫയിൽ രാപ്പാർത്ത് ഒഴുകിയെത്തിയ വിശ്വാസി ലക്ഷ്യങ്ങൾ ഇബ്രാഹിം നബിയുടെ ഓർമ്മകളുടെ വീർപ്പുമുട്ടലുമായി ജംറയിലെത്തി. ഇവിടെ എറിഞ്ഞുടയ്ക്കുന്നതെല്ലാം ഞാനെന്ന ഭാവത്തെയാണ്. ജംറയിലെ കാഴ്ചകളിലേക്ക് പോകാം. കാബ നിർമ്മിക്കപ്പെടും വരെ വരണ്ട പാറകളാൽ നിറഞ്ഞുനിന്ന മക്ക. അവിടേക്ക് ഇന്നത്തെ ഇറാഖ് പ്രദേശത്തു നിന്നാണ് ദൈവനിർദ്ദേശപ്രകാരം പ്രവാചകൻ ഇബ്രാഹിം എത്തുന്നത്. ദൈവത്തിന്റെ മാർഗത്തിലേക്ക് ജനത്തെ വിളിക്കുവാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. ഈ വരണ്ട നാട്ടിലേക്ക് ആര് വരാനാണ് നാഥ എന്ന് ഇബ്രാഹിം നബിയുടെ ചോദ്യം. നീ വിളിച്ചാൽ മതിയെന്ന് നാഥന്റെ മറുപടി. സഹായിക്കുന്നത് ഞാനല്ലേ എന്നും അള്ളാഹുവിന്റെ ഉറപ്പ്. ഇന്ന് ദാ ഈ വഴിയിലത്രയും ഇബ്രാഹിം നബിയുടെ വിളി കേട്ട് അള്ളാഹുവിന്റെ അതിഥികളായി വന്നവരാണ്. നിയന്ത്രിക്കാനാകാത്തതിനാൽ അവരുടെ എണ്ണം 20 ലക്ഷത്തിനടുത്തു മാത്രം. അവരെത്തുന്നത് ജംറയിലേക്കാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശം ലംഘിക്കാൻ നിരന്തരം ഇബ്രാഹിം നബിയുടെ പിന്നാലെ വന്നത് പിശാചാണ്. അതിൽ പ്രവാചകൻ പെട്ടുപോയോ എന്ന് നോക്കാൻ ദൈവത്തിന്റെ നിർദ്ദേശമായിരുന്നു മകൻ ഇസ്മായിലിനെ ബലി നൽകുവാനുള്ള കൽപ്പന. അതിനായി ബലികല്ലൊരുക്കിയ പ്രവാചകനെ പിശാച് അള്ളാഹുവിന്റെ നിർദ്ദേശം ലംഘിക്കാൻ പ്രലോഭിപ്പിക്കുന്നു. എന്നാൽ അള്ളാഹുവാണ് എല്ലാം തന്നതെന്ന മുന്നറിയിപ്പോടെ ഇബ്രാഹിം നബി പിശാചിനെ കല്ലെറിഞ്ഞോടിച്ച് ബലികർമ്മത്തിലേക്ക് നീങ്ങുവാനൊരുങ്ങുന്നു. അള്ളാഹു സ്നേഹാധിക്യത്താൽ പറഞ്ഞു, മതി ഖലീലേ, നീ വിജയിച്ചിരിക്കുന്നു. ഇതിന്റെ സന്തോഷം പുതുക്കിയാണ് ബലിപെരുന്നാൾ എത്തുന്നത്. ഈ സംഭവങ്ങൾ നടന്ന പ്രദേശമാണ് ഇന്ന് മിനായിലെ ജംറയോട് ചേർന്നുള്ളത്. പിശാച് വഴിതെറ്റിക്കാൻ കൂടെ കൂടിയ സ്ഥലം. ഇതിലൂടെയാണ് ഹാജിമാർ ഒഴുകിയെത്തി കല്ലെറിയുന്നത്. ഇവിടെ എറിഞ്ഞു വീഴ്ത്തുന്നത് പിശാചിനെ എന്ന ചിന്തയിൽ മാത്രമല്ല, ജീവിതത്തിൽ ദൈവത്തിലേക്കുള്ള വഴിയിൽ തടസ്സമാകുന്ന എല്ലാത്തിനെയുമാണ്. താൻ പോരിമയെ, അഹന്തകളെ, ഞാനെന്ന ചിന്തകളെ, തെറ്റായ വഴികളെ, അങ്ങനെയെല്ലാം. ഇത്തിരി പോന്ന ഈ ദുനിയാവിൽ ഞാൻ എത്ര നിസ്സാരനാണെന്നത്, ദൈവമല്ലാതെ മറ്റൊന്നും ശാശ്വതമായി കൂട്ടിനില്ലെന്നുള്ള ഓർമ്മപ്പെടുത്തൽ, ഇതെല്ലാമുണ്ട് ജംറയിലേക്കും തിരികെയുമുള്ള യാത്രയിൽ. മിനായിൽ നിന്നും സാബിത് സലീബിനൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ.